വീട്ടിലെ പഴയ വസ്തുക്കളൊക്കെ ജനങ്ങൾ റോഡ് സൈഡ് കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പൊ അന്ന് അതൊക്കെ വളരെ വില കുറച്ച് വാങ്ങാൻ പറ്റും. അപ്പൊ ഞാനത് അന്വേഷിച്ചു, എന്തിനാണ് ഈ കിങ്സ് ഡേയുടെ അന്ന് ഈ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നത്? കിങ്സ് ഡേ ആസ്വദിക്കാൻ വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലുള്ള പഴയ സാധനങ്ങൾ വിൽക്കണം എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം അവർ നമ്മളോട് ചോദിച്ചു, ഈ വെള്ളത്തിന്റെ നിറം എന്താ? നിറം കറുത്ത നിറത്തിലാണുള്ളത്. അയാള് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കാണിച്ചു തന്നു. ഇപ്പോൾ നിറം എന്താന്ന് വെച്ചു. അപ്പൊ നല്ല പ്യൂർ വൈറ്റ് ആണ്. അപ്പൊ ആ വൈറ്റ് അയാൾ പറയുന്നത്, ആ വെള്ളം നിങ്ങൾ കായലിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ നിങ്ങൾക്ക് ഒരു അപകടം വരില്ല എന്നാണ്. ഒരു കാപ്പി കുടിക്കാനെന്നുള്ള ആഗ്രഹത്തിൽ ഒരു കോഫി ഷോപ്പിൽ പോയപ്പോൾ ആണ് മനസ്സിലായത് അവിടുത്തെ പ്രധാന കച്ചവടം എന്ന് പറയുന്നത് കഞ്ചാവാണ്. അവിടെ കഞ്ചാവിൻ്റെ ഇലയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാം, കഞ്ചാവിൻ്റെ ബീഡി കാണാം, അതുപോലെ കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും അവിടെ കാണാം. ഞാൻ വി ഭരതദാസ്, മഞ്ചേരി സ്വദേശി, കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ റിട്ടയേർഡ് സീനിയർ മാനേജർ. 2025 നെതർലാൻഡ്സിലൂടെ നടത്തിയ ഒരു മാസത്തെ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് 2 തവണ നെതർലാൻഡ്സിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു മാസത്തോളം അവിടെ താമസിച്ച് അവരുടെ കൾച്ചറൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പ്രധാന കാരണം എൻ്റെ മകൻ അവിടെയുണ്ട്, മകൻ്റെ അവരൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ നെതർലാൻഡ്സ് എല്ലാം കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രാവശ്യം പോയത്. അപ്പോൾ ഞാൻ പോയത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് നേരെ എത്തിഹാദ് എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് പോയത്. അത് എത്തിഹാദ് എയർലൈൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് അബുദാബിയാണ്. അപ്പോൾ ഞാൻ അബുദാബിയിൽ അവരവിടെ ഒരു 5-6 മണിക്കൂർ ലേ ഓഫ് ഉണ്ട്. അവിടെ നിന്നും നമ്മുടെ പ്ലെയിൻ പോയത് ഷീപ്പോൾ എയർപോർട്ടിലാണ്. ആംസ്റ്റർഡാമിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. ഏകദേശം 5 കോടി മുതൽ 7 കോടി യാത്രക്കാർ പ്രതിവർഷം ഇറങ്ങുന്ന എയർപോർട്ടാണ് ഷീപ്പോൾ. ഈ ഷീപ്പോൾ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏകദേശം 5 മീറ്റർ സീ ലെവലിൽ നിന്നും താഴെയാണ്. പക്ഷേ ഇന്നേ വരെ ഒരു ഫ്ലൈറ്റ് പോലും അവിടെ മുടങ്ങിയിട്ടില്ല. കാരണം അവിടുത്തെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം അത്ര കണ്ട് പെർഫെക്റ്റാണ്. അതിൽ വിശാലമായ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കാണേണ്ട ഏറ്റവും വലിയ തമാശ, അവിടെ 2006 മുതൽക്ക് 2019 വരെ ഈ ഷീപ്പോൾ എയർപോർട്ട് കല്യാണത്തിനൊക്കെ കൊടുത്തിരുന്നു. പിന്നെ നമുക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഫെസിലിറ്റി എന്ന് പറയുന്നത് അവിടുന്ന് ഏകദേശം 52ഓളം ഇലക്ട്രിക് ബസ്സുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ എയർപോർട്ട് നോക്കുക, ഇവിടെ എത്രയധികം വിശാലമായ എയർപോർട്ടിൽ നമുക്ക് ഒരു യാത്രയ്ക്കുള്ള സൗകര്യം കൂടി ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. അതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടുപഠിക്കേണ്ടത്. അതിനുശേഷം മകൻ അവിടെ വന്നിരുന്നു. മകനെയും കൂട്ടി ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വെറും അത്ഭുതകരമായ ഒരു കാഴ്ച ഉണ്ടായത്. അതായത് ഈ ഷീപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുന്ന പ്ലെയിനുകളൊക്കെ മറ്റൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത്. ആ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകുന്നത് ഹൈവേയുടെ മുകളിലുള്ള പാലത്തിൻ്റെ മുകളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഈ പ്ലെയിനുകളൊക്കെ പാർക്ക് ചെയ്യാൻ കൊണ്ടുവന്ന് കാണാം. അത് ഭയങ്കര തമാശയായി തോന്നിയ ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഷീപ്പോൾ എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് എത്തി. പിറ്റേ ദിവസം ഞങ്ങൾ ആംസ്റ്റർഡാം നഗരം കാണുവാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ മകന് അവിടെ വേറെ സൗകര്യമുണ്ട്. അവന് കാർ ലൈസൻസ് ഉള്ളതുകൊണ്ട് റെൻ്റ് എ കാർ എടുത്ത് പോകാം. റെൻ്റ് എ കാർ എന്നുള്ളതിന് അവിടെ അവർ പറയുന്നത് ഫ്ലൈ ഓൺ വീൽസ് എന്നാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ, ഇതിലൊരു ഹ്യൂമൺ ഇൻ്റർവെൻഷൻ ഇല്ല എന്നാണ്. നമ്മൾ ആരെടുത്ത് വിളിച്ചു ചോദിക്കുന്നില്ല. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കാറ് റെൻറ്റിന് എടുക്കുന്നു, കാറ് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു, അതിൻ്റെ കാശ് അടയ്ക്കുന്നു. ഈ ആംസ്റ്റർഡാം നഗരത്തിൽ ഒരു 750 വർഷം പഴക്കമുള്ള നഗരമാണ്. ഇതിൻ്റെ ആ പഴയ പ്രൗഢിയും ആ കൾച്ചറൊക്കെ നിർത്തിക്കൊണ്ടാണ് ആ നഗരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അവിടെ ഉള്ളവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം അവർക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മുനിസിപ്പാലിറ്റിയാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾ ഏത് കളറിലുള്ള പെയിൻ്റാണ് നിങ്ങളുടെ വീടിന് അടിക്കേണ്ടതെന്ന്. മിക്കവാറും ടൗണിലുള്ള പഴയ ഈ ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് 3 നില കെട്ടിടമാണ്. ആ 3 നില കെട്ടിടത്തിൽ അന്നത്തെ കാലത്ത് ഈ നികുതി ഈടാക്കിയിരുന്നത് ഫ്രണ്ടേജിൻ്റെ അളവ് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഫ്രണ്ടേജിൻ്റെ അളവ് ചെറുതാക്കാൻ വേണ്ടി ബിൽഡിങ്ങുകളൊക്കെ പുറകോട്ടാണുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചെറിയൊരു കോണിപ്പടിയാണ് ഉണ്ടാവുക.
എന്നിട്ട് ശേഷം 2 or 3 നിലയുണ്ടാവും. അതൊരു പ്രത്യേക ആകൃതിയിലാണ് അവർ ആ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തത്, പഴയ ബിൽഡിങ്ങുകളെല്ലാം. പ്രത്യേകിച്ചും ആംസ്റ്റർഡാം എന്ന് പറയുന്ന നഗരം വളരെ ക്ലീൻ, നീറ്റാണ്. ഇതെങ്ങനെ ഈ നഗരം ഉണ്ടായെന്ന് വെച്ചാൽ ഇത് ചതുപ്പ് നിലമായിരുന്നു. ഈ ചതുപ്പ് നിലത്തിലെ ഈ ചളിയെല്ലാം വാരി കരയാക്കി മാറ്റിയിട്ട് ഈ കരയാക്കിയ ഭാഗത്ത് മുഴുവനും ബിൽഡിങ്ങുകളും ടൗൺഷിപ്പ് വന്നു. ഈ കീറിയ ചാലുകളെല്ലാം കനാലുകളായി മാറി. ഇന്ന് ലോകപ്രസിദ്ധമായ കനാൽ ടൂറിസം, ഈ കനാലിലൂടെയാണ് ആംസ്റ്റർഡാമിലെ ടൂറിസ്റ്റുകൾ പോയി എൻജോയ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കനാലും റോഡും ബിൽഡിങ്ങുകളും ഇങ്ങനെ മാറി മാറിയിട്ടാണ് അവിടെ ഉണ്ടാവുക. അതിന് അപ്പുറത്തേക്കുള്ള ബ്രിഡ്ജുകളും ഉണ്ടാവും. ആംസ്റ്റർഡാമിൽ കാണേണ്ട 3 സംഗതികളുണ്ട്. ഒന്ന് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രവർത്തനം, രണ്ടാമത് അവിടെ ഫ്ലവർ മാർക്കറ്റിൻ്റെ പ്രവർത്തനം, മൂന്നാമത് ഫ്ലീ മാർക്കറ്റിൻ്റെ പ്രവർത്തനം. സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കറിയാം, ഐക്കിയ അവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ്. ജംബോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വയസ്സായ ആൾക്കാർക്ക് കൂടി ഈ ഷോപ്പിലൂടെയൊക്കെ നടന്നു പോകത്തക്കാണ് വിധത്തിൽ അവരുടെ ഇലക്ട്രിഫൈഡ് മോട്ടോറൈസ്ഡ് ആയിട്ടുള്ള വീൽ ചെയറുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഷോപ്പുകളെല്ലാം ഉള്ളത്. അവിടെയും ഇതേമാതിരി ഹ്യൂമൺ ഇൻ്റർവെൻഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മൾ തന്നെ ബില്ലാക്കി നമ്മൾ തന്നെ കാശടച്ച് നമുക്ക് തന്നെ കൊണ്ടുപോകാം എന്നുള്ള ഒരു മെത്തേഡിലാണ് ആ സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. ഇതിൽ സാധനങ്ങളുടെ ചില്ലറയുള്ള സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോയി തൂക്കണം. തൂക്കിയിട്ട് നമ്മൾ സ്റ്റിക്കർ അതിൽ എടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ തന്നെ ബില്ല് ഉണ്ടാക്കണം. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ തമാശ മനസ്സിലായത്. അതായത് പഴയ ക്യാനുകൾ, പഴയ കുപ്പികൾ ഇതെല്ലാം അവർ തിരിച്ചെടുക്കും. അപ്പോൾ ആ ക്യാനിൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ദ്വാരമുണ്ട്. അതിനകത്ത് ക്യാൻ അങ്ങനെ ഓരോന്നായിട്ട് ഇടാം. അതേമാതിരി കുപ്പികൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ആ ക്യാനും കുപ്പികളൊക്കെ അതിനകത്ത് പോവും, അത് വലിച്ചു കൊണ്ടുപോകും. അതിനുശേഷം അതിന് കണക്കാക്കിയിട്ട് നമുക്കൊരു സംഖ്യ അവർ തരും. ഇതിങ്ങനെ ഒരു സംഗതി വേറൊരു സ്ഥലത്തും കണ്ടില്ല. ഇനി കാണേണ്ട സ്ഥലമാണ് ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലവർ മാർക്കറ്റിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നെതർലാൻഡ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും, അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ ബൾബുകൾ, അതെല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അതേമാതിരി തന്നെ അവിടുത്തെ നമ്മുടെ മെമെൻറ്റോ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ. ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു വിശ്വാസമുണ്ട്. അതായത് മിക്ക വീടിൻ്റെ മുന്നിലും മരത്തിൻ്റെ ഒരു ഷൂസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മരത്തിൻ്റെ ഷൂസ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കീ ചെയിനുകൾ, അങ്ങനെ മരത്തിൻ്റെ ഷൂസുകൾ. ഇതെന്തോന്ന് വെച്ചാൽ അന്ന് നെതർലാൻഡ്സിൽ ചതുപ്പ് നിലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലെതറിൻ്റെ ഷൂസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മരത്തിൻ്റെ ഷൂസാണ് പണ്ട് കാലത്ത് നെതർലാൻഡ്സിൽ താമസിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്നത്. ഈ മരത്തിൻ്റെ ഷൂസ് അവർ പലപ്പോഴും ഇപ്പോഴും വിട്ടിട്ടില്ല. അതുകൊണ്ട് ഭാഗ്യമുണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴും ഒരു മരത്തിൻ്റെ ഷൂസ് അവർ വീട്ടിന് മുന്നിൽ കൊണ്ടുവച്ചിരിക്കും, പഴയ വീട്ടിലൊക്കെ കൊണ്ടുവച്ചിരിക്കും. അതൊക്കെ അവിടെ ഈ ഫ്ലീ മാർക്കറ്റ് അല്ലെ ഈ ഫ്ലവർ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്, അത് വാങ്ങാൻ പറ്റും. ഇനി കാണേണ്ട സ്ഥലമാണ് ഫ്ലീ മാർക്കറ്റ്. അതൊരു അത്ഭുതം തന്നെയാണ്. ഈ ഫ്ലീ മാർക്കറ്റിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ അവർ നേരത്തെ അനൗൺസ് ചെയ്യും ഇവിടെയാണ് ഫ്ലീ മാർക്കറ്റ്. അതായത് ഓപ്പൺ സ്പേസിലാണ് ഈ ഫ്ലീ മാർക്കറ്റിൽ. അത് ഈ വാനിൽ ആൾക്കാർ വന്ന് അതിൽ നിന്നും ഇരുമ്പ് കമ്പിയും അലുമിനിയത്തിൻ്റെ ഫാബ്രിക്കേഷൻ എല്ലാം കൊണ്ടുവന്ന് പെട്ടെന്ന് അവർ സെറ്റ് ചെയ്യാണ്. അതിന് ശേഷം അവിടെ കച്ചവടം നടക്കുകയാണ്. അപ്പോൾ ഫ്ലീ മാർക്കറ്റിൽ മിക്കവാറും മറ്റുള്ള മാർക്കറ്റിനേക്കാളും വില കുറവാണ്. അപ്പോൾ അവിടെ നല്ല ബാഗുകൾ, അതുപോലെ തന്നെ നല്ല ഉടുപ്പുകൾ, ഡ്രസ്സുകൾ, ഏറ്റവും കൂടുതൽ വിൽക്കുന്ന അവിടുത്തെ ചീസാണ്. അവിടെ ചീസ് വളരെയധികം പ്രശസ്തമാണ്. ആ ചീസുകൾ, അങ്ങനെയുള്ള മീൻ, ഭക്ഷണം, അവിടെ അതിനിടയ്ക്ക് ആ ഭക്ഷണം മീനൊക്കെ പൊരിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് വാങ്ങി കൊണ്ടുപോകാവുന്ന. അവിടുന്ന് കുറച്ച് ബാഗുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാഗുകളൊക്കെ വളരെ വിലക്കുറവാണ്. അത് പ്യൂർ ലെതറുമാണ്. അതാണ് ഫ്ലീ മാർക്കറ്റിൻ്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്. ഒരു കാപ്പി കുടിക്കാനെന്നുള്ള ആഗ്രഹത്തിൽ ഒരു കോഫി ഷോപ്പിൽ പോയപ്പോൾ ആണ് മനസ്സിലായത് അവിടുത്തെ പ്രധാന കച്ചവടം എന്ന് പറയുന്നത് കഞ്ചാവാണ്. അവിടെ കഞ്ചാവിൻ്റെ ഇലയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാം, കഞ്ചാവിൻ്റെ ബീഡി കാണാം, അതുപോലെ കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും അവിടെ കാണാം. ആംസ്റ്റർഡാമിലെ ടൂറിസ്റ്റുകൾ വരുന്നത് ചിലപ്പോൾ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷേ അവിടെ ഇന്നേ വരെ, കഴിഞ്ഞൊരു മാസമായി ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഒരാൾ പോലും കഞ്ചാവ് വലിച്ച് ലൂസായി പിരിയായി അത് നടക്കുന്നത് കണ്ടിട്ടില്ല. അവർ പറയുന്നത് ലിമിറ്റഡ് യൂസ് ഓഫ് ഡ്രഗ്സ് ഈസ് അലൗഡ് എന്നാണ് പറയുന്നത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു.
സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അടുത്ത ദിവസം ഏപ്രിൽ 27-ാം തീയതി അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോയി. അപ്പം അന്ന് കിങ്സ് ഡേ എന്നാണ് പറയുക. കിങ്സ് ഡേ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവ് വില്യം അലക്സാണ്ടറുടെ പിറന്നാളാണ്. അത് ലോകം മുഴുവൻ, ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ്. ഹോളണ്ടിൻ്റെ നിറം എന്ന് പറയുന്നത് ഓറഞ്ച് നിറമാണ്. അപ്പം അന്ന് ഇതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഡ്രസ്സുകൾ, ഓറഞ്ച് മാല, ഓറഞ്ച് കണ്ണട, ഓറഞ്ചിൻ്റെ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം അണിഞ്ഞിട്ട് ജനങ്ങളെന്നെ റോട്ടിൽ ഇറങ്ങുകയാണ്. അങ്ങനെ റോട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ തമാശ എന്താണെന്ന് വെച്ചാൽ അവർ പാടുന്നു, ഡാൻസ് കളിക്കുന്നു, തമാശ കളിക്കുന്നു. അവിടെ ഒരു സ്ഥലത്ത് മുട്ട ഏറുണ്ട്. മുട്ട എറിയുന്നതിനനുസരിച്ച്, അവിടെ കൊള്ളുന്നതനുസരിച്ച് കാശ് കിട്ടും. പിന്നെ അതുപോലെ സൈക്കിൾ അഭ്യാസമുണ്ട്. ഈ സൈക്കിളിലെ അഭ്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇടത്തോട്ട് സൈക്കിൾ തിരിക്കുകയാണെങ്കിൽ സൈക്കിൾ വലത്തോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള സൈക്കിൾ അഭ്യാസം, അതിന് പോയിന്റ് ഉണ്ട്, അതിന് കാശ് കിട്ടും. അങ്ങനെയുള്ള തമാശകളും കളികളും ഉണ്ട്. ഇതിൽ ഏറ്റവും രസകരമായി തോന്നിയത് വീട്ടിലെ പഴയ വസ്തുക്കളൊക്കെ ജനങ്ങൾ റോഡ് സൈഡ് കൊണ്ടുവന്ന് വിൽക്കുന്നു. പഴയ ബുക്കുകൾ, പഴയ ആൻറ്റീക്സ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങളൊക്കെ റോട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അപ്പോൾ അന്ന് അതൊക്കെ വളരെ വില കുറച്ച് വാങ്ങാൻ പറ്റും. അപ്പോൾ ജനങ്ങൾ അത് വാങ്ങാൻ വേണ്ടി അവിടെ തിക്കും തിരക്കുണ്ടാക്കി അത് വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനത് അന്വേഷിച്ചു, എന്തിനാണ് ഈ കിങ്സ് ഡേയുടെ അന്ന് ഈ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നതെന്ന്. അപ്പോഴാണ് നമ്മൾ കേരളത്തിലെ ഓണത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓർത്തത്. ഓണം വിറ്റും ഓണം ഉണ്ണണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഈ കിങ്സ് ഡേ ആസ്വദിക്കാൻ വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലുള്ള പഴയ സാധനങ്ങൾ വിൽക്കണം എന്നാണ് അവർ പറയുന്നത്. അതെങ്കിലും വിറ്റിട്ട് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് ഡ്രസ്സിട്ട ജനങ്ങൾ, അന്ന് ട്രാഫിക് ഒന്നുമില്ല, എല്ലാ റോട്ടിൽ ഇറങ്ങി നടക്കുക, ആസ്വദിക്കുക, ബിയർ കഴിക്കുക. അപ്പോൾ ആ കിങ്സ് ഡേ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഇനി വില്യം അലക്സാണ്ടർ എന്ന് പറയുന്ന കിങ്, അയാൾക്കൊരു വളരെയധികം പ്രത്യേകതയുണ്ട്. അയാൾ ആർമിയിലെ ജനറലായിരുന്നു, അതുപോലെ നേവിയിലെ കമഡോറായിരുന്നു, അതുപോലെ എയർഫോഴ്സിൽ അയാൾ പൈലറ്റായിരുന്നു. ഇയാളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇയാൾ ഇന്നും ഒരു കമേഴ്ഷ്യൽ ലൈസൻസ്ഡ് പൈലറ്റാണ്. അപ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഈ KLM എന്ന് പറയുന്ന ഡച്ച് എയർലൈൻസിൻ്റെയാണ്. ഈ ഡച്ച് എയർലൈൻസിൽ പ്ലെയിന് പോകുമ്പോൾ വല്ലപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടാവുമെന്നാണ് പറയുന്നത്. യുവർ കിങ് വില്യംസ് ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദിസ് പ്ലെയിൻ എന്ന് പറയുന്ന കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. അയാൾ ഇപ്പോഴും ഇടയ്ക്ക് പ്ലെയിനൊക്കെ പറപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ കിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാലോ, ഈ നെതർലാൻഡ്സിലെ മിക്ക സ്ഥലങ്ങളും സമുദ്രനിരപ്പിൽ നിന്നും 2 മീറ്റർ 3 മീറ്റർ താഴെയാണ്. അപ്പോൾ അവിടെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പക്കയാണ്. അപ്പോൾ ആ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്കുള്ള ആൾക്കാരെ വരെ അവർ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് അയക്കുന്നത്. ഇതിൻ്റെ ഹെഡ് കൂടിയാണ് ഈ കിങ് വില്യംസ്. അപ്പം വാട്ടർ മാനേജ്മെൻറ്റ് ശരിക്കും നമുക്ക് അവിടുന്ന് പഠിക്കേണ്ട പാഠങ്ങളിലൊന്നാണത്. കാരണം നമ്മൾ ഒരു മഴ പെയ്യുമ്പോൾ കേരളത്തിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ സമുദ്രത്തിന് താഴെ നിൽക്കുന്ന ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കുന്നത് ഇതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണത്. ഈ കിങ്സ് ഡേയുടെ ആഘോഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റത്തെ ദിവസം നമ്മൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ട്യൂലിപ്പ് ഗാർഡൻ കാണുവാൻ വേണ്ടി പോയി. നിങ്ങൾക്കറിയാലോ, അവിടെ കെക്കനോഫ് എന്ന സ്ഥലമാണ് ട്യൂലിപ്പ് ഗാർഡന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം. 21 യൂറോ ആണ് അവിടെ എൻട്രൻസ് ഫീസ്. പക്ഷേ അവിടെ ടിക്കറ്റ് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ബോളൻ സ്ട്രീക്ക് എന്ന ഒരു ട്യൂലിപ്പ് ഫാമിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത്, ഭൂമിയിലെ സ്വർഗമാണോ ഇതെന്ന്. കാരണം ഇവർ ഏക്കർ കണക്കിന് ട്യൂലിപ്പ് ചെടികൾ വെച്ച് പിടിപ്പിച്ച് പച്ചയും മഞ്ഞയും ചുവപ്പും നീലയും വയലറ്റും കളറുള്ള ഏക്കർ കണക്കിന് ട്യൂലിപ്പ് ഗാർഡനുകളാണ് അവിടെ ഉള്ളത്. അതിലൂടെ നടക്കുമ്പോൾ ശരിക്കും നമ്മൾ സ്വർഗത്തിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. എത്ര മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവർ $15 അവിടെ എൻട്രൻസ് ഫീസ്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളിലൂടെയൊക്കെ നടന്ന് ഫോട്ടോ എടുക്കാം. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു, വീഡിയോ ഷൂട്ടിംഗ് നടക്കുന്നു. അതുപോലെ ആ സ്ഥലങ്ങളിൽ മുഴുവനും ഓടി നടന്ന് കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സെല്ലാം ഏതോ ഒരു ലോകത്തെത്തിയ പോലൊരു അനുഭവം ഉണ്ടാവും. ഈ സമയത്ത് തന്നെയാണ് അവിടെ ചെറി പൂക്കുന്നത്. അപ്പോൾ ഈ ചെറി പൂക്കുന്നത് സമയത്ത് ഒരു മനോഹരമാണ്. അതിൻ്റെ നമ്മുടെ ഗാർഡൻ്റെ നിലം മുഴുവനും ചെറിയ പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്.
ചെറിയുടെ മരങ്ങൾ നിറച്ച് ചുവന്ന പൂക്കളുമായിട്ട് ചെറിയ പൂക്കുന്ന മരം മനോഹരമാണ് കാണാൻ. അങ്ങനെ ആ ട്യൂലിപ്പ് ഗാർഡൻ മുഴുവനും കണ്ട് മതിമറന്നതിന് ശേഷമാണ് അന്നത്തെ ദിവസം വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് ഞങ്ങൾ പോയത് ഗീത്തോം എന്ന ഒരു വില്ലേജിലേക്കാണ്. ഈ വില്ലേജിലെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കാർ ഫ്രീ സോണാണ്. അവിടെ വെഹിക്കിളൊന്നുമില്ല. അവിടെ ആകെ പോകാവുന്നത് സൈക്കിളാണ്. അതല്ലെങ്കിൽ അവിടെയുള്ള കനാലിലൂടെയുള്ള ബോട്ട് ജേണിയാണ്. ഈ ബോട്ടെന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആലപ്പുഴയായിട്ട് കമ്പയർ ചെയ്യുമ്പം അവിടെയുള്ള എല്ലാ ബോട്ടുകളും 2 ആൾ കയറുന്നുണ്ട്, 10 ആൾ കയറുന്നുണ്ട്, അതുപോലെ ക്രൂയിസ് ഉണ്ട്. ഇതെല്ലാം ഇലക്ട്രിക് മോട്ടോറാണ്. അതല്ലാതെ ഡീസലും പെട്രോളൊന്നും വെച്ച് ഓടുന്നതല്ല. അപ്പോൾ അത്രയ്ക്ക് പരിസ്ഥിതി ഒക്കെ നോക്കിയിട്ടുള്ള ഒരു വില്ലേജാണത്. ഈ വില്ലേജിലൊക്കെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആർക്കിടെക്ചറിലാണ് ആ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പലതും പുല്ല് മേഞ്ഞ വീടുകളാണ്. ഈ വീട് മനോഹരമായി പെയിൻറ് ചെയ്ത് അവിടെ പുല്ലുകളൊക്കെ വെട്ടുന്നുണ്ട്. ഈ പുല്ലുകൾ വെട്ടുന്നത് റോബോട്ടിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പുല്ലുകളൊക്കെ വെട്ടി മനോഹരമാക്കി വെക്കുന്നത്. അതിനുശേഷം അതിനുള്ളിലൂടെ യാത്ര ഉണ്ടല്ലോ, മറക്കാൻ പറ്റില്ല. അത് കൂടെ ഒക്കെ തന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു കായലിൻ്റെ പരിസരത്തെത്തും. അവിടെ എത്തുമ്പം ഇവർ തന്നെ നമ്മളോട് ഓടിച്ചോളം പറയും, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. അതിനുശേഷം അവർ നമ്മളോട് ചോദിച്ചു, ഈ വെള്ളത്തിൻ്റെ നിറം എന്താണ്? നിറം കറുത്ത നിറത്തിലാണുള്ളത്. അയാൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കാണിച്ചു തന്നു. ഇപ്പോൾ നിറം എന്താണെന്ന് വെച്ചു. അപ്പം നല്ല പ്യൂർ വൈറ്റാണ്. അപ്പോൾ ആ വൈറ്റ് അയാൾ പറയുന്നത്, ആ വെള്ളം കായലിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ നിങ്ങൾക്കൊരു അവാർഡും വരില്ല എന്നാണ്. അത്ര ഗ്യാരണ്ടികൾ തരുന്നു. ഇത് ഞാൻ പറയാൻ കാര്യം, നെതർലാൻഡ്സിലെ ഏത് ടാപ്പ് വാട്ടറും നമുക്ക് കുടിക്കാം. അത് 100% പ്യൂറാണ്. അതിൽ യാതൊരു കൃത്രിമമോ ചളിയോ മണ്ണോ ഒന്നും കാണില്ല. അപ്പോൾ അത്ര ബാക്ടീരിയ ഫ്രീ ആയുള്ള വെള്ളം അവർ ആംസ്റ്റർഡാമിലെ എല്ലാ സ്ഥലത്തും തരുന്നു. ആംസ്റ്റർഡാമിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജനങ്ങൾ അങ്ങനെ നായയും കൊണ്ട് നടക്കുന്നതാണ്. ഈ നായ കൊണ്ട് നടക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ നായ ഉള്ളവൻ കോടീശ്വരനാണെന്ന് അർത്ഥം. കാരണം ഒരു നായയെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യണം. അയാൾ ഈ അപേക്ഷകൻ്റെ സാമ്പത്തിക നിലയെല്ലാം പരിഗണിച്ച് അയാൾക്കൊരു നായ അലോട്ട് ചെയ്യും. അപ്പോൾ അതിന് മുൻപ് ട്രെയിനിങ് കൊടുക്കും. ട്രെയിൻ ചെയ്ത നായയാണ് കൊടുക്കുക. അങ്ങനെ നായയെ കിട്ടിയാൽ അയാൾ വൈകുന്നേരം ആകുമ്പോൾ നായയെക്കൊണ്ട് നടത്തണം എന്ന നിയമമാണ്. നടത്തുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ 2 സഞ്ചി ഉണ്ടാവും. ഈ വഴിയിലെങ്ങാനും ഈ നായ കാഷ്ടിച്ചാൽ അതിന് ഗ്ലൗസ് എടുത്ത് ആ കാഷ്ടം എടുത്ത് ഒരു ബാഗിലാക്കി അതിന് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടാക്കണം. ഈ നായ വൃദ്ധനായാൽ തിരിച്ച് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കണം. അങ്ങനെ ആ നായ ചാകുന്നത് വരെയുള്ള അലവൻസ് ഇയാൾ കൊടുക്കുകയും വേണം. അതുകൊണ്ടാണ് നായയും കൊണ്ട് പോകുന്ന ആൾ കോടീശ്വരനാണ് എന്ന് പറയുന്നത്. നായയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, പലരും അവരുടെ വീടും മാത്രമായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അവരുടെ മക്കൾ 18 വയസ്സ് കഴിഞ്ഞാൽ അവർ വീട് വിട്ടു പോകും. അങ്ങനെ വീട് വിട്ടു പോകുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കമ്പനി എന്ന നിലയ്ക്കാണ് പലരും അവർ നായയെ വളർത്തുന്നത്. നെതർലാൻഡ്സ് എന്ന് പറയുന്നത് കേരളം പോലെയുള്ള ഒരു രാജ്യമാണ്. കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. നെതർലാൻഡ്സിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 41 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. ഏകദേശം പഞ്ചാബിൻ്റെയോ ഹരിയാനയുടെയോ വിസ്തീർണമുള്ള ഈ രാജ്യത്ത് നിന്നാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടുത്തെ ആസ്പരാഗസ് എന്ന് പറയുന്ന ശതാവരിയുടെ കിഴങ്ങൾ, അതുപോലെയുള്ള വഴുതനങ്ങ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവയെല്ലാം എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ മാതിരിയുള്ള ബയോഡൈവേഴ്സിറ്റി ഒന്നുമില്ല. നെതർലാൻഡ്സുകാർ ആനയെ കാണുന്നത് കാഴ്ച ബംഗ്ലാവിൽ വെച്ചാണ്. അവർ ഒരു കുരങ്ങനെ കാണുന്നത് കാഴ്ച ബംഗ്ലാവിൽ വെച്ചാണ്. നമ്മളെ കേരളത്തെ പോലെ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സംസ്ഥാനം ഈ ലോകത്തില്ല. നമ്മുടെ കായലുകളെയും അതുപോലെ തോടുകളെയും അതുപോലെ ഇവിടെയുള്ള പ്രകൃതി ഭംഗിയെയും ശരിക്കും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടൂറിസ്റ്റുകളെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇവരതിന് പകരം ശ്രീലങ്കയിലേക്കും ഇന്തോനേഷ്യയിലേക്കുമാണ് പോകുന്നത്. നമുക്ക് ഈ കാര്യങ്ങൾ ആലോചിച്ച് ഒരു നല്ല കേരളത്തെ ലോകത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. നെതർലാൻഡ്സിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരു മലയാളിയുടെ കണ്ണിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു.
ഇത് കേട്ടു നിന്ന എൻ്റെ പ്രേക്ഷകരോട് നന്ദി.